അപ്പോൾ ഞാനും നമ്മളെ ഇവൻ ചൈനയിലുള്ളതല്ല, നമ്മളെ പയ്യനാണ്, ചൈനക്കാരൻ്റെ കട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഇവനുമായിട്ട് ഇന്ന് നമ്മൾ നാച്ചിയാർ മോട്ട ഹിൽ സ്റ്റേഷൻ, നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാച്ചിയാർ മോട്ടയുടെ കാര്യം. അപ്പം നാച്ചിയാർ മോട്ടയിലേക്കുള്ള യാത്ര ചെയ്ത് നമുക്ക് നാച്ചിയാർ മോട്ടയിൽ എത്തണം. അപ്പം ഒരുപാട് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാച്ചിയാർ മോട്ടയിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നാച്ചിയാർ മോട്ടയിൽ പോകാനായിട്ട് നല്ല ദൂരമുണ്ട്, ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് ഇവനെയും കൂടെ വിളിച്ച് കൂട്ടിന്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തേരി എന്ന് പറഞ്ഞൊരു സെറ്റിൽമെൻറ്റിലാണ്, ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ്. ഞാൻ പാറ്റാമ്പാറ പോകുന്ന ഒരു വീഡിയോ എടുത്ത ഫസ്റ്റ് തുടക്കം സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പുതിയൊരു കണ്ണാടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ നേരെ നാച്ചിയാർ മോട്ടയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അല്ലേ ചൈന, റെഡിയല്ലേ? നമുക്ക് പോകാം, എന്തായാലും നാച്ചിയാർ മോട്ടയിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ലോഡിങ്ങിന് ആൾക്കാർ നമ്മൾ പോകുന്ന വഴിയിലുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ലോഡിങ്, അതായത് ആഹാര സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ചുമന്ന് നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ വഴിയിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നാച്ചിയാർ മോട്ടയിലേക്കുള്ള യാത്ര നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നാച്ചിയാർ മോട്ടയിലെ യാത്രയുടെ വീഡിയോ എല്ലാവരും കാണുക, തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്നാണ് വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ വഴിയിലൂടെയാണ്. നമ്മുടെ ചൈന മുമ്പേ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന വഴി തന്നെ കണ്ടാലറിയാം. അതുപോലെ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മുടെ സമയം നല്ല മോശമാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയ സമയം ഈ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ചൈന മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട് നാച്ചിയാർ മോട്ടയിലേക്ക്. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡുകളെല്ലാം കൂവക്കാടാണ്. ചൈനേ, എങ്ങനെയുണ്ട്? നടക്കുമല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. അങ്ങനെ നടന്നോ? ഞാൻ പുറകെ ഉണ്ട് കേട്ടോ. നമുക്കിന്ന് പൊളിക്കണം. നല്ല വെയിലാണ്. അതുപോലെ തന്നെ നമ്മൾ തേരി കയറുന്നത് കൊണ്ട് തളർച്ചയുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം മുകളിലൊരു തോടുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് എടുത്തുകൊണ്ട് കാരണം ഇവിടെ നമ്മുടെ പുലിയുടെ കാഷ്ടമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തേരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാച്ചിയാർ മോട്ടയുടെ എവിടെയും എത്തിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കുന്നത്തേരി സെറ്റിൽമെൻറ്റിൽ നിന്നുള്ള നമ്മൾ പാറ്റാമ്പാറ പോകുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ടുള്ള തേരിയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ മുകളിലൊരു നിരപ്പുണ്ട്. നമ്മൾ അവിടെ കയറി ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് വള്ളിക്കുടിലുകൾ പോലത്തെ സ്ഥലമാണ്. നല്ല കാണാനൊക്കെ നല്ല സെറ്റപ്പാണ്. ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴി മിക്കതും ഇങ്ങനെയാണ്. പിന്നെ നാച്ചിയാർ മോട്ട എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചൈന, ഫുള്ള് പുൽമേട്, മരവുമില്ല, ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. ചൈന സ്ലോ മോഷൻ്റെ അവിടെ നടക്കണേ, വൻ വിഷയം. നമ്മൾ മറ്റേ തോട്ടിൻ്റെ അവിടെ എത്താറായില്ലേ? എത്താറായില്ലേ? മറ്റേ വെള്ളം കുടിക്കുന്ന അവിടെ. ഈ തേരി ഏറി കഴിഞ്ഞാൽ അവിടെ എത്തിയല്ലോ അല്ലേ? ഈ മുകളിലത്തെ തേരി ഏറി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന തോട്ടിൻ്റെ അവിടെ എത്തിയില്ലേന്ന്. അങ്ങനെ അതുകൊണ്ട് ഈ വഴി കൂടെയൊക്കെ പോകാൻ സ്ഥിരം പോകാത്തവർക്കാണെങ്കിൽ നല്ല റിസ്ക്കാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ വഴിയാണ്, അതുപോലെ ചെറിയ കയറ്റവുമാണ്. ഇനി അങ്ങോട്ട് ഫുൾ കയറ്റമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ചൈന ഭയങ്കര ഗെറ്റപ്പായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പുറകെ വലിച്ച് നടക്കുന്നു. എന്തര് ഈ കണ്ണാടി? പിന്നെ അതെന്തിന് 50 രൂപ വില കുറച്ച് തന്നത് ഈ കണ്ണാടി? ഞാൻ വെച്ചിരിക്കുന്ന കണ്ണാടി വൻ സെറ്റപ്പാടേ. യെസ്, ഞാൻ വെച്ചിരിക്കുന്ന കണ്ണാടി ചൈനേരെയാണ് കേട്ടോ, എൻ്റെ സ്വന്തമൊന്നുമില്ല, നമ്മുടെ ചൈനേരെയാണ്. ചൈനേരയിൽ നിന്ന് ഞാൻ മേടിച്ച് വെച്ച് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് തരുമോടെ? ഞാൻ എടുക്കുകയാണ്. അപ്പം കുന്നത്തേരി സെറ്റിൽമെൻറ്റിൽ നിന്ന് നമ്മൾ മുകളിൽ കയറി നടന്ന് അവിടെ നിന്ന് കുറച്ച് നിരപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നിരന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയേ ഉള്ളൂ. നിരന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗമൊക്കെ പണ്ടൊക്കെ ആൾക്കാർ കിടന്ന സ്ഥലമാണല്ലോ. ഇവിടെയൊക്കെ പണ്ടൊക്കെ ആൾക്കാർ കിടന്നിട്ടുണ്ട്. പിന്നെയാണ് താഴോട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങി താമസിച്ചത്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് ചെറിയൊരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിൽ നമ്മൾ പോയി വെള്ളം കുടിക്കും. അതുപോലെ കുപ്പിയിൽ വെള്ളമാക്കി എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനിയിപ്പോൾ നമ്മൾ കയറി വന്ന തേരീനെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള തേരി എന്ന് പറയും. ഭയങ്കര കുത്ത് കയറ്റമാണ്. അപ്പോൾ കുത്ത് കയറ്റം കയറിയാലേ നമുക്ക് നാച്ചിയാർ മോട്ടയുടെ അടിവാരത്തെങ്കിലും എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി തോട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നാച്ചിയാർ മോട്ടയിലേക്ക് കയറും. നമ്മൾ പറഞ്ഞ ഒരു ചെറിയ തോട്ടിലെത്തിയിട്ടുണ്ട്.
ഇവിടെ വെള്ളമൊക്കെ കിട്ടും കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ വെള്ളം കുടിച്ചില്ല എങ്കിൽ ഈ ഒരു തോട്ടിലെ ഈ വെള്ളം തന്നെ നമ്മൾ കുടിക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം കുടിച്ചാലേ പറ്റുള്ളൂ. അപ്പം ഈ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും വെള്ളമില്ല. പിന്നെ അടുത്ത് വെള്ളമുള്ളതെന്ന് പറയുമ്പോൾ നാങ്കയാർ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ആറുണ്ട്. നാങ്കയാർ എന്നാടാ? നാങ്കയാർ എന്ന് പറഞ്ഞൊരു ആറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആറ്റിലെ അടുത്ത് വെള്ളം കിട്ടുന്ന സ്ഥലമായിട്ടുള്ളൂ. അപ്പം എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് കുപ്പിയിലൊക്കെ വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് കുപ്പിയൊക്കെ സെറ്റാക്കി കുപ്പിയൊക്കെ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മളെ ചൈനയുടെ ബാഗിൽ കുപ്പിയുണ്ട്. എടാ ചൈന വാ, വെള്ളം എടുത്തും വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് ഇനി നമ്മൾ മുകളിലോട്ടുള്ള യാത്ര പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ നാങ്കയാറ്റിലല്ല, അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞ ചെറിയൊരു തോട്ടിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്കിനി മുകളിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ തോട്ടിൽ വെള്ളം എടുക്കാൻ പോവുകയാണ്. ഇവിടുത്തെ തോട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കാം കേട്ടോ. ഇത് ഫ്രഷ് വെള്ളമാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇനിയിപ്പോൾ നിറയ്ക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം തന്നെ നമുക്ക് കുടിക്കണം, വേറെ വെള്ളമൊന്നും കിട്ടില്ല, ഇതേ കുടിച്ചേ പറ്റുള്ളൂ. ഫ്രഷ് വെള്ളമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. ചൈന നിനക്ക് വേണ്ട വെള്ളം? ആ, വെള്ളം കുടിച്ചോ. ഇതാ നമ്മുടെ ചൈനയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടാ. പെട്ടെന്ന് കുടിച്ചോ കേട്ടാ, നമുക്ക് അങ്ങ് മുകളിൽ പോകേണ്ടതാണ്. ആശാന് വെള്ളമൊക്കെ കൊടുത്ത്. അത്രയും വെള്ളം മതിയല്ലോ നമുക്ക്? അത്രയും വെള്ളം മതി കേട്ടാ. നമുക്ക് മുകളിലൊരു എത്താനായിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും വെള്ളം മതിയാവും. ചൈന ബാഗിനകത്ത് നമുക്ക് പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ എടുത്തോളാം കേട്ടോ. പറ്റുമോ അതെടുക്കാൻ? അത്രയും പറ്റിയില്ലെങ്കിൽ പറയണം, ഞാൻ എടുക്കാം. എൻ്റെ ഫോൺ നീ എടുത്തല്ലോ. ഇതിപ്പോൾ ചൈന ബാഗ് റെഡിയാക്കി അവൻ ബാഗ് തോളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പിടിക്കുന്ന സ്ഥലം ഏതാണ്? നാങ്കയാർ അല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ പിടിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നാങ്കയാറാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നല്ല കയറ്റമാണ്. എന്തായാലും നമ്മൾ നല്ല സ്പീഡിൽ നടന്നാൽ ഏകദേശം ഒരു 30 മിനിറ്റിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് നാങ്കയാർ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം 30 മിനിറ്റ് നാങ്കയാർ എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും സ്പീഡിൽ നടക്കണം, എങ്കിലേ നമ്മൾ പെട്ടെന്ന് നാങ്കയാർ എത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് കണ്ടാലറിയാം മുമ്പിലൂടെ പോണ വഴി എങ്ങനെയാണ്, ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്നുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്, അത്രയ്ക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നാങ്കയാർ വരെ എത്തുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ നാച്ചിയാരുമോട്ട പോകുന്നതിൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് നാങ്കയാർ എന്ന് പറയുന്ന ഈ ഒരു 6 വരെ എത്തുന്ന ഭാഗത്തേക്കുള്ള തേരി. അപ്പം തേരിയിൽ നമ്മളിനിയിപ്പം വീഡിയോ എടുക്കുന്നില്ല, ഇനിയിപ്പം കുറച്ച് മുകളിലോട്ട് ചെന്നിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും ഇനി മുകളിൽ പോയിട്ട് ബാക്കി കാണാം. ഇവിടെ നിന്ന് ചെറിയൊരു വഴിയുണ്ട്. നമ്മൾ ഇതിലേ പോയി കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടം ട്രക്കിങ് പോകുന്ന അട്ടയാർ ക്യാമ്പ് തന്നെയാടാ. അട്ടയാർ ക്യാമ്പിലെത്താൻ പറ്റും കേട്ടോ. ഇതാണ്ട് ഈ തടിയിലൊക്കെ നടുടെ കൂടെ ഒരു ചെറിയൊരു താര വഴിയുണ്ട്, അതിലേ പോയി അട്ടയാർ ക്യാമ്പ്. ഇപ്പം നമ്മളിതാ ഈ വഴി കൂടെയാണ്. ചൈനതാ മുകളിൽ മുമ്പേ പോകണുണ്ട്. ഇത് തന്നെയല്ല വഴി, നിനക്കറിയാമല്ലോ. പിന്നല്ല, എനിക്കും അറിയാം, എന്നാലും നീ മുമ്പേ പോവല്ലേ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പുറകെയല്ലേ പറഞ്ഞത്. അപ്പം ചൈന അങ്ങനെ മുമ്പേ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല കയറ്റമാണ് മുകളിലോട്ട്. ഇപ്പം കിളികളുടെയും സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ കാട്ടിലുള്ള കിളികളുടെ സൗണ്ടുകളാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കുറേ കൂടെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള കാടുകളാണെങ്കിൽ, അതായത് നല്ല തണുപ്പൊക്കെ ഉള്ള കാടാണെങ്കിൽ നമുക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ഇലയൊക്കെ ഉള്ള കാടാണെങ്കിൽ. പിന്നെ വെയിലടിക്കുന്ന സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പെട്ടെന്ന് തളർച്ചയുണ്ടാവും. നമ്മളങ്ങനെ ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് പകുതിയോളം എത്തിയിട്ടുണ്ട് നാങ്കയാറിലെത്താനായിട്ട് അല്ലേ. നാങ്കയാറിൻ്റെ പകുതി എത്തിയല്ലോ. ഇനി അങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു അരമണിക്കൂർ എന്തായാലും നടക്കണം. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റെങ്കിലും നമ്മൾ നടന്നാലേ നാങ്കയാർ എത്തത്തുള്ളൂ. അപ്പോൾ അതാ ഈ വഴി നിങ്ങൾ കണ്ട. അപ്പോൾ ഇവിടെ കൂടെയാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനായിട്ടുള്ള ഫുഡിൻ്റെ സാധനങ്ങൾ 10-15 കിലോമീറ്ററുകളോളം ചുമന്നുകൊണ്ട് പോകുന്ന വഴിയാണിതിൽ. അപ്പോൾ അതുകൊണ്ടാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർ ആഹാരത്തിന് വില കൂടുതലാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്തൂടെയാണ് 25 കിലോയോളം ചുമട് അതിരുമലയിൽ എത്തിക്കുന്നത്. അതും കിലോമീറ്ററുകളോളം ചുമന്നാണ് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാര സാധനത്തിന് നല്ല വിലയാണ്, അതായത് അതിരുമല ക്യാമ്പിൽ. അപ്പോൾ അതിരുമല ക്യാമ്പിൻ്റെയൊക്കെ വീഡിയോ ഉടനെ വരും. അപ്പോൾ ഇതിലേ കൂടെയാണ് ഞാൻ 2 ദിവസം പോയി ലോഡിങ്ങിന് പോയി. സംഭവം നല്ല ടയേർഡായി ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം പോയി. പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. ഇനിയുണ്ടോ ഒരുപാട് നടക്കാൻ? നിനക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലല്ലോ, ഞാൻ വല്ലപ്പോഴും അല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്കത് കറക്റ്റ് അറിയാൻ പറ്റൂല. കുറേ പ്രാവശ്യം നടക്കുമ്പോൾ അറിയാം.
എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 20-25 മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ട് ഇനിയും അല്ലേ? നമ്മളിതാ ഈ കൂവക്കാട് കഴിഞ്ഞ് മുകളിലെത്തിയ മറ്റൊരു ഇരിക്കുന്ന സ്ഥലം അവിടെ എത്തൂലേ നമ്മൾ, മറ്റൊരു കല്ല് കെട്ടൊക്കെ കെട്ടിയിരിക്കും. അപ്പം നമുക്ക് ഈ കൂവേര അവിടെ പോയിട്ട് ശകലം നിൽക്കുകയല്ലേ. നമ്മളിതാ അവിടെ നിന്ന് കുറേ ഇങ്ങ് കയറി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല തേരിയായിരുന്നു, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് നമ്മൾ കുറേ ഇങ്ങ് മുകളിൽ കയറി വന്ന്. ഇപ്പോൾ ഇതാ ചൈന നട നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കണ്ട, ഇതൊക്കെ കൂവ ചെടി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആനയും നിൽക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. തന്നെയാടേ ആനയാണോ ഇവിടെയൊക്കെ? ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുകൂടാ. നമ്മുടെ ചൈനയുടെ ഏരിയ ആയതുകൊണ്ട് ചൈനയ്ക്കാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ചൂരേൻ്റെ കൊള്ളാം. ഇതാ ഇവിടെ ഒരു കിടിലും മരം നിൽപ്പുണ്ട് കേട്ടോ. സെറ്റ് നട കുറേ കൂടെ മുകളിലെത്തി. ഇവിടെ ഒരു മരമൊക്കെ മുറിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ വഴിയിൽ. ചൈനയാണ് നമ്മളെ വഴി കേട്ടോ. എനിക്ക് വഴി അറിയാം, പിന്നെ അവന് പുറകെ നിൽക്കണവന് ചെറിയ പേടിയൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ മുമ്പിൽ പൊയ്ക്കോ, ഞാൻ പിറകെ പതിയെ വരാം. പിന്നെ വഴികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വഴി എങ്ങനെയുള്ള വഴികളാണ്, എങ്ങോട്ട് പോകണതിൻ്റെ ബുദ്ധിമുട്ട്, നമുക്ക് നാച്ചിയാരി വരെ എത്തണതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ട്രക്കിങ്ങിനൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല സ്റ്റാമിന ഉള്ള ഒരു വരിക ഗൈസ്, അല്ലെങ്കിൽ ഇതേപോലെ വലിക്കുക അല്ലേ ചൈന? ഇവിടെ ഞാൻ വീഡിയോ കൂടെ എടുക്കണമുണ്ടല്ലോ ഇത്ര പ്രശ്നം. അത് കാട്ടുകോഴിയാണ് ബഹളം, വേറെ ഒന്നുമില്ല. ഇതൊക്കെ മുട്ടൻ കാടുകളാണ്. നടറാ അവിടെ പോയിരുന്നില്ല. അല്ല ഇവൻ ജെറ്റ് വിട്ടോലെ നടക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പതിയെ നടക്കുള്ളൂ ഏട്ടാ. താഴെ നിന്ന് ലോഡ് എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരിതാ ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കും. ഇവിടെ ഒരു നിരന്ന പ്ലേസാണ് ഇതാ ഇവിടെ. ഞാനും എന്തായാലും ഇരിക്കാൻ പോവുകയാണ്. ശകലം ഇരിക്കുക അല്ലേ? ഞാൻ എന്താ ഇവിടെ ഇരിക്കാം. ഞാനിതാ ഇവിടെ ഒരു കല്ല് ഇരുന്നിട്ടുണ്ട്. അതുപോലെ ചൈനയും എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൈന നമ്മുടെ യാത്ര? നമുക്ക് എന്തായാലും ഇന്ന് നാച്ചുകാരി പിടിക്കണം ഗായ്സ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി ഏകദേശം കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നാങ്കേർ നമ്മൾ പറഞ്ഞില്ലേ, നാങ്കേർ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് നാങ്കേർ എത്തും. നമ്മൾ താഴെ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴെ നിന്ന് മുകളിൽ ഇപ്പോൾ നടന്ന് മുകളിലൊരു നിരന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ചൈന നമ്മുടെ ക്യാമറയും പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഉള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് നല്ല കയറ്റമുണ്ട്, മുകളിലൊക്കെ നല്ല കയറ്റമുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നാങ്കയാറാണ്. അപ്പം നാങ്കയാറിൽ നമ്മൾ ഇരുന്നിട്ട് അവിടെ നമ്മൾ കൊണ്ടുവന്ന ആഹാരമുണ്ട്. അപ്പോൾ ആഹാരം കഴിക്കണം. ആഹാരം ചൈനയുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ച്. ഇപ്പം ഇനിയിപ്പം നാങ്കയാറിൽ പോയിട്ട് നമ്മൾ കൊണ്ടുവന്ന ആഹാരം കഴിക്കണം. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ പിന്നെ നമ്മുടെ പുൽമേടാണ്. പിന്നെ ഇതുപോലുള്ള തണലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മരക്കാടുകളൊന്നുമില്ല. ഫുള്ള് നമ്മുടെ ചെറിയ പുല്ല്, അതായത് പൊന്മുടി, ഇടുക്കിയൊക്കെ പോലുള്ള അതുപോലത്തെ ഒരു കുന്നാണ് നമ്മൾ നാച്ചിയാരുമോട്ട. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നാങ്കയാറ്റിൽ ചെന്ന് വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇനി പോകണം. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് നാങ്കയാർ വരെ പോകുന്ന യാത്രയുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇരുന്നത് ഈ ഒരു ഭാഗത്താണ്. ചൈന അവിടെ ഇരുന്ന് ഞാൻ ഈ ഭാഗത്താണ് ഇരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി ഈ മുകളിൽ കണ്ട ഈ വഴി കൂടെയാണ് പോകേണ്ടത്. അല്ലേ ചൈനേ? ഗൈസ് ഭയങ്കര വെയിലാണ്. രാവിലെ ഞാൻ വന്നതാണ്, പക്ഷേ രാവിലെ എനിക്ക് ചൈനയുടെ വീട്ടിൽ എത്തിയപ്പോൾ ചൈന റെഡിയായില്ല. പിന്നെ ചൈന റെഡിയാവണവരെ ഞാൻ പിന്നെ അവിടെ ഇരുന്നു. പിന്നെ വെയിറ്റ് ചെയ്തിരുന്ന് ചൈന റെഡിയായി വന്നപ്പം 11 മണിയായി. പിന്നെ ചൈനയെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ചൈനേനെ വിളിച്ച് പതിയെ അങ്ങനെ നടന്നു. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് നടക്കുമ്പോൾ നമ്മൾ നേരെ നാങ്കയാർ എത്തും. പിന്നെ നാങ്കയാർ പോകുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചൈന നടക്കണമുണ്ട്, അപ്പോൾ എനിക്ക് നടക്കണം. അവൻ പിന്നെ ഇവിടുത്തെ ഡെയിലി യാത്ര ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ അവന് നല്ല സ്പീഡാണ്. നമ്മൾ കണ്ട ആമ എഴയും പോലെ പതിയെ പോവുള്ളൂ കേട്ടോ. ആമ പോകണത് എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ പോണത്. എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് സ്പീഡിന് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ വീഡിയോയും കൂടെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് സ്പീഡിന് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് കല്ലുകൂട്ടങ്ങളാണ്. ഇപ്പോൾ നാങ്കയാറ്റിൻ്റെ കുറച്ച് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നടക്കുമ്പോൾ 10 മിനിറ്റ് നടക്കുമ്പോൾ നമ്മൾ നാങ്കയാറിലെത്തും. എത്തൂല്ലേ ചേനെ 10 മിനിറ്റ് നടക്കുമ്പോൾ? പിന്നെ അല്ല, പവർ. ഇപ്പോൾ ഇവിടെ ഒരു കല്ല് കുതിരിയാണ്. ഇവിടെ കണ്ട ചൈന ഇതിൻ്റെ
ഇടയിലൂടെ നമ്മൾ പോകുന്നത്. കാട്ടിലൊരു പ്ലാവൊക്കെ നിൽപ്പുണ്ട്. ഇതല്ലേ പ്ലാവ്? സോറി ഗൈസ്, ഇതാ ഇവിടെയാണ് നിൽക്കുന്ന പ്ലാവ്. ഇതാ ഇതിൽ ചക്കയൊക്കെ ഉണ്ട്. നീ നടാ. ചൈന ആകുമ്പോൾ ജെറ്റ് വിട്ടോലെയാണ് കേട്ടോ പോണത്. ഞാൻ പതിയെ എടുത്ത് പറഞ്ഞാലും തന്നെ പതിയെ. ഇനി ഇവിടെ നിന്ന് 2-3 വളവുകളും തിരിവുകളും അതുപോലെ കയറ്റവും ഫുള്ള് കയറ്റമാണ് കേട്ടോ. കയറ്റമാണ്. ഇതിലേ കൂടെ ചെന്ന് പിന്നെ പിന്നെയും ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് ചൈന പോകണമുണ്ടോ. അപ്പോൾ ചൈന വേറെ ലെവല്. പതിയെ കയറി നാങ്കേറെത്തണം. ഇവിടെ താഴോട്ടൊക്കെ വലിയ കൊക്കയാണ്. അവിടെ നിന്നൊക്കെ ഇവിടെ നിന്ന് ചൈന നിൽക്കുന്ന ഇവിടെ നിന്ന് കാലമെല്ലാം വഴുതിയ അടിയിൽ പോകും നമ്മൾ. അപ്പം സൂക്ഷിച്ചൊക്കെ പോവുക ഇങ്ങനത്തെ വഴിയിലൂടെയൊക്കെ പോകണവർ. ഇവിടെയും അതുപോലെ നമ്മൾ സ്ലിപ്പാവാതെയൊക്കെ നോക്കുക ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ. ചൈന അപ്പോൾ വാ, ഞാൻ മുമ്പ് നടക്കണേ. ഇനി എൻ്റെ നടത്തം നിങ്ങൾ കാണുക. സംഭവം ഞാൻ പതിയെ നടക്കുകയുള്ളൂ. ചൈന അപ്പം വിട്ട് നടക്കാനായിട്ടൊരു കമ്പൊക്കെ എടുക്കുന്നുണ്ട്. നിനക്കാണോ എനിക്കാണോ? നോക്കട്ടെ. അപ്പം നീ ഇത് കൊണ്ടുപോകും മുകളിൽ വരെ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് മേടിക്കാം. നിനക്ക് നടക്കാൻ പറ്റുമല്ലോ. ഇപ്പം നീളം കുറഞ്ഞില്ലേടാ? അല്ല നീ പിടിച്ചോ, ഞാൻ മുകളിൽ ആറ്റിൻ്റെ അവിടെ പോയിട്ട് മേടിക്കാം. പോട്ട് ചൈന എനിക്ക് വേണ്ടി ഒരു കമ്പൊക്കെ റെഡിയാക്കി തന്നേട്ടാ, കുത്തി നടക്കാനായിട്ടേ. നമുക്ക് അതുണ്ടെങ്കിൽ നമുക്ക് വടിയും കുത്തി പെട്ടെന്ന് നടക്കാനായിട്ട് പറ്റും. നമുക്ക് സ്ലിപ്പൊക്കെ ആവണമെങ്കിൽ നമുക്ക് ആ കമ്പ് കുത്തി നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. വേണ്ട, ഈ കല്ലിന് ഇടയിലൂടെയൊക്കെയാണ് നമുക്ക് നാങ്കയാറ്റിലെത്തേണ്ടത്. അപ്പം നമ്മൾ നാങ്കയാറിന് കുറച്ച് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് മതി നമുക്ക് നാങ്കയാറിലെത്താനായിട്ട്. നമ്മൾ ഒരു ചുരമാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. ഒരു നടവഴി ചുരമാണ്. നല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ നല്ല വളവുകളുണ്ട്, കൊക്കയുണ്ട് അല്ലേ? കൊക്കയൊക്കെ ഇല്ലേ ചൈനെ? പിന്നെ നമ്മളങ്ങനെ പുൽമേടിൻ്റെ തുടക്കം, നാച്ചേരി മോട്ട ഇവിടെ തുടക്കമാണ് ഈ കാണുന്ന പുൽമേടൊക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കാട്ടുതീ വന്ന് കുറേ പുല്ല് കത്തിപ്പോയി. പിന്നെ നമ്മുടെ ചൈന ഇങ്ങനെ നടപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നാങ്കേറിന് കുറച്ച് താഴെ ഒരു 2-3 മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ നാങ്കേറെത്തും. അപ്പോൾ ഞാനൊരു കമ്പെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കുത്തി നടക്കാനായിട്ടാണ്. ചൈന പുറകെ വരെയാണ്. ചൈന ഈ സ്ഥലമൊക്കെ ഇഷ്ടമാണോ? നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെയെന്നറിയാവോ? നമ്മൾ താഴെ നിന്ന് കയറി വന്ന് അങ്ങോട്ട് കയറുമ്പോൾ കണ്ടോ നമുക്ക് പുറകിലുള്ള വ്യൂ. അത് നമുക്ക് മുകളിൽ കയറിയിട്ട് നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കല്ലേ. നല്ല ഞാൻ ചൈനയ്ക്ക് കമ്പ് കൊടുത്ത് മുകളിൽ വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ കയറി വന്ന കയറ്റം മുകളിൽ കയറി കഴിഞ്ഞാൽ നാങ്കേറാവയാണ്. പിന്നെ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും നമ്മൾ കയറി വന്നപ്പോൾ ഒരു ടോപ്പിലാണ് നമ്മൾ എത്തിയത്. ഹൈ എൻഡ് ടോപ്പ് എന്ന് പറയാം. ഏകദേശം ഒരു 800 അടി ഉയരമുണ്ട് ഇവിടെ താഴെ നിന്ന്. അപ്പം 800 അടി വരും. എന്തോ അതൊരു 800 മീറ്റർ ഉയരം വരും താഴെ നിന്ന്. ഞാനിവിടെ കയറിയിട്ട് നമുക്ക് പുറകിലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പം നമ്മൾ താഴെ നിന്ന് അത്രയും കയറി വന്നപ്പം അന്യായ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതുപോലെ നല്ല കാറ്റുണ്ട്. ഇങ്ങോട്ടൊക്കെ നമ്മുടെ പേപ്പർ ഡാം അവിടെ കാണാം കേട്ടോ, ആ ഭാഗത്ത്. പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗം എല്ലാം വ്യൂ ആണ്. നമ്മൾ നാങ്കയാറ് മുകളിലാണ്. ചൈനെ എങ്ങനെ നാങ്കയറ്റിൽ ഇരിക്കണ്ടേ? ഓ ഗൈസ്, ഇത് പുലിയുടെ കാഷ്ടമാണ്. പട്ടീനെ വേറെ എന്തോ മൃഗത്തിനെ പിടിച്ചിട്ട് അതിൻ്റെ മുടി കണ്ട ഈ കിടക്കുന്നുണ്ട. അതാണ് കേട്ടോ.
ഇവിടെ ഒരു നിരന്ന പ്ലേസാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് കിടക്കാൻ നല്ല ഒരു സെറ്റപ്പ് വ്യൂ ആട്ടാ. ഇവിടെ എത്തിയപ്പോൾ കണ്ട നമുക്ക് അഗസ്ത്യമല അങ്ങനെ കാണുന്നുണ്ട്. അഗസ്ത്യമല ട്രക്കിങ് ഉടനെ വരും. ഇന്ന് നാച്ചേരിമോട്ട വരെ ഉള്ളൂ. അടുത്ത് ബോണക്കടവി ട്രക്ക് ചെയ്ത് അഗസ്ത്യറും ട്രക്കിങ് ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതാ നല്ല കാറ്റുണ്ട്. ഇതൊക്കെ നാച്ചേറുമോട്ടയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഈ കുന്നൊക്കെ. അങ്ങനെ ചൈനയും ഞാനും അങ്ങനെ നാങ്കയാറ് എത്താറായിട്ടുണ്ട്. ചൈനയുടെ നടത്തം സെറ്റ്. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഐസ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. തണുത്ത പ്ലേസാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ വള്ളിക്കുടിലുകളും അങ്ങനത്തെ നല്ല സെറ്റപ്പുണ്ട്. പിന്നെ ഇതാ ഇവിടെ നടക്കാനും ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിതാ നാങ്കയാറ് നമ്മൾ കുന്നത്തേരിയിൽ നിന്ന് ഫസ്റ്റ് നമ്മളെ കടമ്പ കഴിഞ്ഞ് നാങ്കയാറെത്തി. അപ്പോൾ ഇനി നാങ്കയാറിൽ വെച്ചിട്ടാണ് നമ്മൾ ആഹാരം കൊണ്ടുവന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത്. നാങ്കയാർ വെച്ചിട്ടാണ്. ചൈന എവിടെ വെച്ച് കഴിക്കാമല്ലോ ആഹാരം. പിന്നല്ല ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പൊക്കഴിഞ്ഞാൽ നല്ല ഒരു ആംബിയൻസ് കിട്ടും. നമുക്ക് മുകളിലോട്ട് നടക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു ആംബിയൻസ് കിട്ടും. അപ്പോൾ ഇതാണ് നാങ്കയാർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ആറാണ്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതൊക്കെ നല്ല നിറഞ്ഞു പോകും കേട്ടോ നാങ്കയാർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ഭാഗങ്ങളെല്ലാം നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട്. ഈ ഭാഗമൊക്കെ ഇതാ ഇവിടെയൊക്കെയാണ് നമ്മൾ ലോഡും കൊണ്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാനും ചൈനയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും നല്ല തണുപ്പുള്ള ഭാഗത്ത് ഞാനും ചൈനയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും നല്ല തണുപ്പുള്ള ഭാഗത്ത് നമ്മളിരിക്കും. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫുഡ് നമ്മൾ കഴിക്കണം. അപ്പോൾ ചൈനേ ഇവിടെ ബാഗ് എടുത്തിട്ട് നമ്മളെ അല്ലേ അത് എവിടെയെങ്കിലും തണലെത്തും. എൻ്റെ ബാഗിനകത്തിട്ട് ആഹാരം കിടക്കണേ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കഴിക്കുകയല്ലേ. കഴിച്ചിട്ട് നമുക്കിനി നേരെ എവിടെ പോവാം? നാച്ചിയാർമോട്ട ട്രക്കിങ്ങിനല്ലേ. ഉഷാറാണോ? പിന്നെ അല്ല ഗൈസ്, നമ്മുടെ ചൈന ഉഷാറാണ്. എൻ്റെ പയ്യനാണ് ഗൈസ്. എല്ലാവരും അവന് വേണ്ടി ഒരു ലൈക്ക് ഇട്ടേക്ക്. ലൈക്ക്. അങ്ങനെ നാങ്കയാറിലെത്തി. എൻ്റെ ബാഗിനകത്ത് ഉള്ളതെന്ന് പറയുമ്പോൾ ശകലം ചോറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന ഇനി അപ്പോൾ അതെടുത്ത് കഴിക്കണം. നിനക്ക് വേണോ അതോ ഞാൻ ഒറ്റയ്ക്ക് തിന്നട്ടാ? എനിക്ക് വേണം. പിന്നെ നിനക്ക് തരാതെ ഞാൻ കഴിക്കുവാടാ. ഇത്രയേ ഉള്ളു സാധനം. അപ്പോൾ ഇത് ഞാനും ഇവനും കൂടെ കഴിക്കും. വേറെ കറിയൊന്നുമില്ല ഇതിനകത്ത്. മീൻ പൊരിച്ചതും ഉരുളക്കിഴങ്ങിൻ്റെ കറി അതെന്തോ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് വെച്ചിട്ട് കാണാം. നമ്മളിതാ നാങ്കയാറിൽ വേടാ ഇവിടെ ഇരിക്കാം. വാ തണുപ്പത്തോട്ട് ഇരിക്കാം. ഇങ്ങോട്ടിരിക്കാം. വാ ഇവിടെ വാ ഇവിടെ ഇരിക്കും ഗായ്സ്. അപ്പോൾ ചൈന ഇപ്പോൾ ഉണ്ട്. ഇതാണ് നാങ്കയാറാണ് കേട്ടോ. താഴെ കണ്ട ഇതാണ് നാങ്കയാറ്. ഇതാ ഇങ്ങോട്ടെല്ലാം നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൊണ്ടുവന്നത് ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ ഇതാ മീൻ കറി, മീൻ പൊരിച്ചതാണ് കേട്ടോ. 2 കഷ്ണം മീൻ പൊരിച്ചതും ഉരുളക്കിഴങ്ങ് കറിയാണ് കൊണ്ടുവന്നത്. ചൈന കൈ കഴിയാ ഞാൻ എന്നാ ഇത് വെച്ചോ. ഞാൻ കൈ കഴിയട്ടെ. നീ കൈ കഴിയാ? ഞാൻ കൈ കഴിയട്ടെ. ഏച്ചപ്പോൾ ഞാൻ കൈയും കഴുകി നമ്മളെപ്പോഴത്തെ പരിപാടിയാണ്. കൈയും മുഖവും കഴുകാതെ പിന്നെ എന്തോന്നാണ്. അങ്ങനെ കൈയും മുഖമൊക്കെ കഴുകി കഴിക്കാൻ പോവുകയാണ് കഴിച്ച് നമ്മൾ. നീ കഴിയടാ. കഴിച്ചോ, എടുത്ത് കഴിച്ചോ. എനിക്ക് കുറച്ച് മതി. കുറച്ചാ അതിനിപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ. കഴി. ഇപ്പോൾ ചൈനതാ ഒരു ചെറിയ ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിച്ചതിന് അതിൽ വെച്ചിട്ടുണ്ട്. ചെറിയ പാത്രമായതുകൊണ്ട് തിന്നാൻ ഒരു ഇതമില്ല. തിന്നാൻ ഒരു ഇതില്ലാത്തതുകൊണ്ട്. അപ്പം ചൈന തിന്നാ കഴിച്ചോ? നീ കഴിച്ചോ? ഞാൻ കഴിക്കാം. എങ്ങനെയുണ്ട്? നീ തിന്നിട്ട് പറ ആഹാരമൊക്കെ എങ്ങനെയുണ്ട്. നീ കാട്ടിൽ വന്നിരുന്ന് കഴിക്കണോണ്ട് എന്താണ് നിൻ്റെ അഭിപ്രായം? നല്ല രസമുണ്ടോ? നല്ല കാറ്റൊക്കെ അടിച്ച് ഗൈസ്. ഇതുപോലെ പുഴയിൽ വന്നിരുന്നതാ നമ്മുടെ ചോറും എടുത്ത് അതുപോലെ ഇതാ ചോറിങ്ങനെ എടുക്കണം. അതുപോലെ ഇതാ നമ്മളെ മീൻ പൊരിച്ചതും കൂടി ഗൈസ്. സംഭവം രക്ഷയില്ല. അങ്ങനെ വന്നിരുന്ന് നല്ല തണുപ്പൊക്കെ അടിച്ചിരുന്ന് കഴിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? ഭയങ്കര രസമല്ലേ? അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ഗോപ്രോയിൽ ചാർജും കുറവാണ്. അപ്പം ചാർജൊക്കെ ഇട്ട് കഴിച്ച് റെഡിയാക്കിയിട്ട് നമുക്കിനി ബാക്കി കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇനി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് നാങ്കയാറ്. അപ്പം നമ്മളിതാ നാങ്കയാറിൽ നിന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചാടേ. നീ കഴിച്ചാ ഗൈസ്? ഞാൻ കൊണ്ടുവന്ന കൊടുത്തിട്ടുണ്ട്. അതായത് മീനും ചോറും എല്ലാം ഞാനും നമ്മുടെ ചൈനയും കൂടെ നമ്മൾ കഴിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഇതിന് മുകളിലൊരു പുൽമേടുണ്ട്. ഇനി അടുത്ത് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏസിപ്പാറയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഏസിപ്പാറ പിടിക്കണം. ഏസിപ്പാറ പിടിച്ചിട്ട് വേണം. ഏസിപ്പാറ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാച്ചേരിമോട്ടയുടെ തുടക്കമാണ് ഏസിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഏസിപ്പാറയിലോട്ടാണ് ഇനിയുള്ള നമ്മളുടെ യാത്ര. ചൈന നടന്നോ? ഞാൻ പുറകെ നിന്ന് വരാം. ചൈന നടന്നോ? അങ്ങനെ നമ്മൾ ചൈനേനെ മുമ്പിൽ വിട്ടിരിക്കുകയാണ് കേട്ടോ. അവന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനേനെ മുമ്പിൽ വിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ചൈന ഒരു ഫ്രീക്കനാണ്. വേറെ ലെവലല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു തോട് നമ്മൾ ഇരുന്ന നാങ്കയാർ കഴിഞ്ഞ് മുകളിലോട്ട് കയറി ഇങ്ങനെ നടക്കുകയാണ്. ഇതിലേ കൂടെയൊക്കെ കേട്ടോ നല്ല റിസ്ക്കാണ് ഇതിലേക്ക് നടക്കാൻ. ചൈനേനെ നമ്മൾ മുമ്പേ ഓട്ടിക്കണുണ്ട്. ചൈന പതിയെ നടക്കും. ഇതാ അടിപൊളി വ്യൂ ആണ്.
നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ഇരുന്ന് സ്ഥലമൊക്കെ കാണിച്ച് ഒരുപാട് സ്ഥലമൊക്കെ കാണിച്ച് തരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് തന്ന് നമുക്ക് പതിയെ മുകളിലോട്ട് കയറാം. ചേനെ നടക്കാൻ പറ്റുന്നുണ്ടാടാ? നല്ല കാറ്റുണ്ടല്ലേ ഇന്ന്? പിന്നല്ല, നല്ല കാറ്റുമുണ്ട്. അപ്പം നാച്ചേരി മോട്ടയുടെ തുടക്കമാണ് ഇതിപ്പോൾ. അതിനിക്കരെയുള്ളൊരു പുൽമേടാണ് കേട്ടോ. നാച്ചേരി മോട്ടയുടെ ഇക്കരെയുള്ളൊരു പുൽമേടാണ്. അത്യാവശ്യം നല്ല തേരിയാണ്. നല്ല കമ്പൊക്കെ ഇടിച്ച് നടക്കണം. വേറെ പതിയെ കയറുക. നടക്കാൻ നിൽക്കാൻ വല്ലതും ഉണ്ടോ? വെള്ളം കുപ്പി എടുത്താ? വെള്ളം എടുത്തില്ല. ഉണ്ട്. ഞാൻ പയ്യെ വരുള്ളേ, തറയിൽ നോക്കണം. നാങ്കേറ് കഴിഞ്ഞ് കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൈന എപ്പോഴും മുമ്പിലാണ് കേട്ടോ നടത്താം. ചൈന നമ്മളങ്ങനെ മുമ്പിൽ വിട്ടിരിക്കുകയാണ്. ആശം പാവമാണ് കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന്, ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു ഇതാണ് നടക്കാനായിട്ട്, ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്ന് നല്ല കാറ്റാണ് കേട്ടോ. മക്കര സൈഡ് ഇതാ കാണുന്ന പുൽമേട് എന്താ അങ്ങോട്ടാണ് നാച്ചേരി മുട്ടിട്ട് തുടക്കുന്നത് ആ ഭാഗം. അങ്ങനെ നമുക്കിനി ഇവിടെ കൂടെ കയറി അങ്ങോട്ട് എത്തണം. ചൈനേ, ഇനി എങ്ങനെ പോയാലും നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നാച്ചേരി മുട്ട എത്താനായിട്ട് നാച്ചേരി മുട്ടയുടെ മെയിൻ ഭാഗങ്ങൾ ഇനിയിപ്പം നമ്മൾ നേരെ പിടിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഏസിപ്പാറയാണ് കേട്ടോ. എൻ്റെ മുഖമൊന്നും കാണാൻ പറ്റണില്ല. അപ്പം ഏസിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഏസിപ്പാറയാണ് നമ്മൾ ഇനി അടുത്ത് ട്രക്ക് ചെയ്ത് പിടിക്കുന്നത്. ഏസിപ്പാറയാണ്. അപ്പം ഏസിപ്പാറ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം നടക്കാനായിട്ട് അധികം റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നാച്ചേരി മോട്ട ഏസിപ്പാറ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ, നമ്മൾ വരുന്ന വഴി കൂടെ പോകുമ്പോൾ നാച്ചേരി മോട്ടയുടെ തുടക്കമാണ്. നാച്ചേരി മോട്ട ഹിൽ ടോപ്പിൻ്റെ തുടക്കമാണ് ഏസിപ്പാറ. അപ്പം ഏസിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റും അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഏസിപ്പാറ പിടിക്കണം. ഏസിപ്പാറേൻ്റെ എവിടെ എത്തിയില്ല നമ്മൾ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നാച്ചേരി മോട്ടയുടെയൊക്കെ കുറേ താഴെതാ, അതൊക്കെ നാച്ചേരി മോട്ടയുടെ തുടക്കമാണ്. ആ കാണുന്ന പാറ, ആ ഭാഗങ്ങൾ. ചൈനേ, പിന്നെ എങ്ങനെ കാര്യങ്ങൾ? എങ്ങനെ പോയാലും അരമണിക്കൂർ നടന്നാലേ നമ്മൾ ഏസിപ്പാറ എത്തുള്ളൂ അല്ലേ? നമുക്ക് നടക്കണ്ടേ? പിന്നെ നടക്കാതെ നടന്നേ പറ്റുള്ളൂ. എങ്ങോട്ട് നോക്കിയാലും പൊളിയാണ്. ഇവിടെ കുറച്ച് തണുത്ത പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. നമ്മൾ അങ്ങ് താഴെ നിന്ന് വന്നതാണ്, ഒരുപാട് ദൂരം അങ്ങ് താഴെ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ ദാ ഇവിടെയാടാ തിരിയൊക്കെ കത്തിക്കണേ. തിരിയൊക്കെ കത്തിക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ. ഇവിടെ വിളക്കും തിരിയൊക്കെ കത്തിക്കുന്ന ചെറിയൊരു പ്ലേസാണ്. നമുക്കിനി പച്ചക്കാട്ടിലെത്തി കഴിഞ്ഞാൽ ആ ഭാഗം കുറേ നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഇതുപോലെ വെയിലില്ല. അപ്പോൾ ആ ഭാഗങ്ങൾ നല്ല തണുപ്പുള്ള ഏരിയയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ നാച്ചേരി മോട്ടയിലാണ് ഏറ്റവും അധികം കാറ്റടിക്കുന്നൊരു മേഖലയാണ് നാച്ചേരി മോട്ട. പിന്നെ അത് കഴിഞ്ഞ് അഗസ്ത്യാർകൂടം. അപ്പോൾ നാച്ചേരി മോട്ട എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും നമ്മുടെ ലക്ഷ്യം നാച്ചേരി മോട്ടയാണ്. നാച്ചേരി മോട്ട എന്തായാലും നമ്മൾ ഇന്ന് കയറും. നമ്മൾ അത്രയും പുൽമേട്ടിലൂടെ വന്നിട്ട് പിന്നെ കുറച്ച് പച്ചക്കാട്, അതായത് നല്ല തണുപ്പ് കാട്, നിത്യഹരിതവനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കാടാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 100 മീറ്ററോളം ഉണ്ട് ഇത് നമുക്ക് മുമ്പിലോട്ട് നടക്കാനായിട്ട്. 100 മീറ്റർ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നാച്ചേരി മോട്ടയുടെ അല്ലെങ്കിൽ നാച്ചേരി മോട്ട ഹിൽ ടോപ്പ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പുൽമേടിലൂടെ ആയിരിക്കും നമ്മളുടെ യാത്ര. അപ്പോൾ ചൈന ഇതാ ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. ചൈന ഇങ്ങനെ നടന്ന് ക്ഷീണമുണ്ടാടാ? ഇല്ല, കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഞാൻ റെഡിയാണ്. എൻ്റെ പിക്സൽ നമ്മുടെ ചൈന ഏരിയയിൽ കൊടുത്ത് ഞാൻ. നിനക്ക് ആ ഫോൺ ഇഷ്ടപ്പെട്ടോ? അയ്യോ, അപ്പോൾ ഇതൊക്കെ നല്ല തേരിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കയറിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭാഗത്തൊരു കുഴിവലയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഇരുന്ന നാങ്കയാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന ഈ ഒരു പച്ചക്കാട്. ഈ ഓട തന്നെയാണ് താഴെ നാങ്കയാറായിട്ട് പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ നിന്ന് നമുക്ക് വെള്ളമൊന്നും കിട്ടില്ല, അങ്ങ് താഴെ തന്നെ ഊറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നടടാ, നമ്മൾ പച്ചക്കാട് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നേരെ പുൽമേട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചക്കാടിലൂടെ കയറി വന്ന ഇവിടെയാണ്. പച്ചക്കാട് തീർന്ന് അപ്പോൾ പിന്നെയും പുൽക്കൂട്ടം തുടങ്ങുകയാണ് അല്ലേ? പുൽക്കൂട്ടം തുടങ്ങുകയാണ്. പിന്നെയും പുൽമേടാണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് പിന്നെ ഇനി ഫുള്ള് വെയിലാണ് കൈ, ഭയങ്കര വെയിലാണ്. നടക്കാൻ നല്ല ഇതുണ്ടാവും, വിശ്രമമല്ല, നല്ല ക്ഷീണം ഉണ്ടാവും നടക്കാനായിട്ട്. അപ്പം നല്ല വെയിൽ
2 മണി സമയമാണ് കേട്ടോ ഉച്ചയ്ക്ക്. ഇതൊക്കെ നല്ല കയറ്റമാണ് ഇവിടെയുള്ള. നല്ല കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കയറ്റമാണ്. ചൈന ക്ഷീണം ഉണ്ടാടാ? ക്ഷീണം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് ഇരിക്കാം കേട്ടാ. വെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും പറയണം. വെള്ളം ഉണ്ടല്ലോ. ആ എനിക്ക് വെള്ളം വേണം. നിനക്ക് വെള്ളം വേണമെങ്കിലും എനിക്ക് ഏസിപ്പാറ ഇവിടെ വെള്ളമുണ്ട്. എങ്ങനെ തളർച്ചയായാ? നിൽക്കണ ചെറുതായിട്ടൊന്നില്ലേ? ഞാൻ ഇവിടെ ഇരിക്കാം, ചെറുതായിട്ട് ഇരിക്കാൻ വയ്യ. ഞാനെന്തായാലും ചെറുതായിട്ടൊന്ന് നിൽക്കാം. ചൈനയ്ക്ക് ചെറിയ ക്ഷീണമുണ്ട് കേട്ടോ. ചൈനേ ഇങ്ങനെയാടേ, ചൈനയ്ക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നമ്മൾ താഴെ നിന്ന് ഒരുപാട് ഇങ്ങ് മുകളിലെത്തി. ഇതാ അങ്ങ് കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന അതാ കസീറിടം, അഫാൻ കാണുന്ന കസീറിടം. ഈ മുകളിൽ അങ്ങ് ടോപ്പിലാണ് ഏസിപ്പാറ അല്ലേ? അങ്ങോട്ടാണ് ഏസിപ്പാറ. അപ്പം ഇനി അടുത്ത് നമ്മൾ താഴെ നിന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ ഏസിപ്പാറയാണ് അടുത്ത് പിടിക്കാൻ പോണത്. അപ്പോൾ ഏസിപ്പാറ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കും. അപ്പം അങ്ങനെയാണ് നമ്മളെ പരിപാടി. നമ്മുടെ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ചൈനയുടെ ക്ഷീണമൊക്കെ മാറിക്കാണും. അപ്പോൾ നമ്മൾ നടന്ന് ഇനി ഏസിപ്പാറ എത്തണം. കഴിച്ചപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് നമ്മൾ ഏസിപ്പാറയാണ് കേട്ടോ. ദാ കാണുന്ന പാറ കാണിച്ചു തരാം. ഏസിപ്പാറ ആ ടോപ്പിൽ കാണുന്ന പാറ. അപ്പോൾ ആ പാറയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഏസിപ്പാറ എത്തുക എന്ന് പറയുന്നത് ഇനിയും അത്യാവശ്യം റിസ്ക്കുള്ള കാര്യമാണ്. ആ കല്ലും കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് നടന്ന് വേണം ഏസിപ്പാറ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചൈനയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ല സ്പീഡാണ്. നല്ല സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് നല്ല സ്പീഡുണ്ട്. ഞാൻ നടക്കുന്നതിനേക്കാളും നല്ല സ്പീഡിന് ചൈന നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ പുറകെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമുക്ക് അവിടെ പോയിരുന്ന് ശകലം വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ട് ഇനി ഏസിപ്പാറയുടെ അങ്ങോട്ട് നമുക്ക് കയറാം. ഇവിടെ ഒരു തണുപ്പുള്ള ഒരു പ്ലേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാടാ. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ശകലം വെള്ളം കുടിക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇരുന്നാടേ നമ്മൾ ഇരുന്നിട്ട് ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇനി ഇരിക്കാൻ വയ്യ. ഇനി നേരെ നമ്മൾ ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇനി നേരെ ഏസിപ്പാറയിലോട്ടാണ് നട. ഏസിപ്പാറ എത്തിയില്ല. ഏസിപ്പാറയ്ക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ നിൽക്കുവാണ്. ഏസിപ്പാറയ്ക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ കൂടെയാണ് നമ്മളിനി ഏസിപ്പാറയിലോട്ട് എത്തുന്നത്. ഇവിടെ 2 കല്ലിടുക്കിനിടയിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഏസിപ്പാറയിലോട്ട് പോകുന്നത്. ചൈനയ്ക്ക് ഹെവി ബാഗാണല്ലോ ചൈന. വേണ്ട ഇവിടെ കൂടെ ഈ കല്ലിനിടയിലൂടെ ഇങ്ങനെ കയറി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയി ഇനി കുറച്ച് കയറ്റമാണ് കേട്ടോ. കയറി എന്നാലേ നമ്മൾ ഏസിപ്പാറ എത്തുള്ളൂ. എന്തിനു പേടിയാണ്? നിൻ്റെ കാലിൽ ചവിട്ടിയടാ. സോറി ഡേ. കമ്പ് സോറി ക്ഷമിക്കണേ. അങ്ങനെ ഗൈസ് ഏസിപ്പാറയ്ക്കരികിലൂടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതാ കാണുന്ന ഒരു വലിയ പാറയുണ്ട്. ഈ പാറക്കൂട്ടം കഴിഞ്ഞ് കുറച്ച് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മളിതാ ഏസിപ്പാറ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പാറയ്ക്ക് അവിടെ നിന്ന് കുറച്ച് മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏസിപ്പാറയായി. ഏസിപ്പാറ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ അടിയിലോട്ട് പോയാൽ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. എന്താ നമ്മളങ്ങ് താഴെ നിന്ന് വന്നതാണ്. പോടാ. ഓക്കെ, നല്ല കാറ്റുണ്ടല്ലേ? നല്ല കാറ്റ് ഗൈസ്. ഒരു വലിയ പാറയാണ്. ഈ പാറയും കൂടെ കഴിഞ്ഞാൽ അടുത്ത പാറ ഏതാണ്? ആ ഏസിപ്പാറ ഇരിക്കുകയല്ലേ നമ്മൾ പറഞ്ഞ സ്ഥലം. ഏസിപ്പാറയാണ്. ഏസിപ്പാറയിൽ ഇനി അടുത്തിരിക്കുന്നത് ഇനിയൊരു 10 മീറ്റർ 20 മീറ്ററേ ഉള്ളൂ ഏസിപ്പാറയിലോട്ട്. എന്ത് വലിയ പാറയല്ലേ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. അതിൻ്റെ ഇരിപ്പ് വേണ്ട. എടാ കരുന്നാക്കെടുത്ത് വളക്കിയാടാ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാ. ഗൈസ് നമുക്ക് താഴെ നല്ല വ്യൂ ആണ്. ഇതാണ് കേട്ടോ ഏസിപ്പാറ, ഏറ്റവും ടോപ്പിലെ പാറ. നമുക്ക് അവിടെ പോയിട്ടിരിക്കാം. ഇറക്കി താഴോട്ടുള്ള വ്യൂ ആണ്. അടിപൊളി. ചൈനേ ഏസിപ്പാറ പിടി. അത് നമുക്ക് മുകളിൽ പോയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഏസിപ്പാറ എത്തിയിട്ട് നമുക്ക് അക്കരെ കൂടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏസിപ്പാറ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ഏസിപ്പാറ. അപ്പോൾ ഏസിപ്പാറ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരെയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഏസിപ്പാറ നിന്നാൽ അതുപോലെ ഏസിപ്പാറ സ്ഥലമാണ് ഗൈസ്. ഏസിപ്പാറ ഗൈസ്
അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാറയാണ് ഏസിപ്പാറയിലെ. കേസ് ഇപ്പം ഫോണിലാണ് ഏസിപ്പാറയാണ്. അപ്പോൾ ഏസിപ്പാറയിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ അങ്ങനെ ആ ഭാഗങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇതാ അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പുൽമേടിൽ ആ കാണുന്ന പുൽമേടുണ്ട്, ആ തീവെന്ത് കിടക്കുന്ന ആ പുൽമേടിലൂടെയാണ് നമ്മളിപ്പം അവിടെ കൂടെ കുറേ യാത്രക്കാർ പോകുന്നുണ്ട്. അപ്പോൾ സൂമിങ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഇതാണ് ഏസിപ്പാറ കേട്ടോ. ഏസിപ്പാറയ്ക്ക് എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പിടിക്കേണ്ട ആ ഒരു ഭാഗമാണ്, അതാണ് നമ്മുടെ ഉപ്പാങ്കുറ്റി. അടുത്ത ഏസിപ്പാറയിൽ നമുക്ക് ഉപ്പാങ്കുറ്റിയിലാണ് അടുത്ത യാത്ര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ ഉപ്പാങ്കുറ്റിയുടെ സൈഡാണ്. അപ്പോൾ അങ്ങോട്ട് ഇനി യാത്ര ചെയ്ത് പോകണം. അപ്പോൾ ഇതാ ഈ താഴ് സൈഡെല്ലാം നല്ല പുല്ലാണ്. അതുപോലെ തന്നെ കാട്ടുപോത്ത് അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. നമുക്ക് ചില ദിവസങ്ങളിൽ വരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കാണാനൊക്കെ പറ്റും. ഇവിടെ ഈ ഭാഗം ഇത്രയും തീ വെന്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടെല്ലാം പച്ചക്കാടാണ്. അപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിങ് ഇങ്ങ് ബോണക്കാട്, ആ ഭാഗമാണ് ബോണക്കാട്. അവിടെ നിന്ന് ഇങ്ങ് വരെ ആണ് അഗസ്ത്യാർകൂടം വരുന്നത്. അപ്പം അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഉള്ള യാത്രക്കാർ ആ ഭാഗത്ത് അക്കരെ ഒരു കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ താഴെ ആ കുന്നിലൂടെ കുറേ യാത്രക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കൂടെ വന്ന് ഈ കാണുന്ന അവിടെ ചെറിയ ഒരു ഇതില്ലേ, അതിൻ്റെ പുറകിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിരുമല ബേസ് ക്യാമ്പായി. അപ്പോൾ അങ്ങനെയാണ് യാത്രക്കാർ പോകുന്നത്. നമ്മൾ ലോഡിങ്ങിന് പോകുന്ന വഴിയിലൂടെയാണ് ഞാനും ചൈനയും കൂടെ യാത്ര ചെയ്തത്. അപ്പോൾ നാച്ചേരി മോട്ട നിങ്ങളൊന്ന് കാണിക്കണം. അപ്പം ഇവിടുത്തെ വീഡിയോ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പ്ലോറിങ് നിങ്ങളുടെ മുമ്പിലേക്ക് നല്ലതുപോലെ എത്തിക്കണം, അത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നമ്മൾ ഏസിപ്പാറ ഒരു എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പം നാച്ചേരി മോട്ടയാണ്. ഇനിയിപ്പോൾ തൊട്ടടുത്തെന്ന് പറയുമ്പം ആനപ്പടിയും കുതിരപ്പടിയുമാണ്. ആനപ്പടിയും കുതിരപ്പടിയും കണ്ടിട്ട് നമുക്ക് നേരെ നാച്ചേരി മോട്ടയുടെ എൻഡിങ് ഉപ്പാങ്കുറ്റി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ വരുമ്പം തുടക്കം, ഇവിടെ നിന്ന് വരുമ്പം എൻഡിങ് തീരുന്ന സ്ഥലം, ഇങ്ങനെ കയറി പോകുമ്പോൾ തീരുന്ന സ്ഥലം ഉപ്പാങ്കുറ്റി. അപ്പം ഉപ്പാങ്കുറ്റി വരെയുള്ള യാത്ര. ഉപ്പാങ്കുറ്റി ഞാൻ കാണിച്ചു തന്നില്ലേ, ചൈന ആ ഭാഗത്ത്, അതാണ് ഉപ്പാങ്കുറ്റി വരുന്നത്. അപ്പോൾ ഉപ്പാങ്കുറ്റി വരെ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇനി അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഭാഗം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ചൈന ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി ഏസിപ്പാറ ശകലം ഇരുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശകലം വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളിനി നേരെ ആനപ്പടിയും കുതിരപ്പടിയും കാണിച്ച് തന്നിട്ട് നമ്മൾ നേരെ ഉപ്പാങ്കുറ്റിയിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി നേരെ ഇവിടെ നിന്ന് ആനപ്പടിയും കുതിരപ്പടിയും അതുപോലെ ഉപ്പാങ്കുറ്റി വരെയുള്ള യാത്രകളും എല്ലാം നിങ്ങളൊന്ന് കാണുക ഗൈസ്. ഇതുകാരം നമ്മളിനി ഉപ്പാങ്കുറ്റിയുടെ സൈഡിലോട്ട് പോവുകയാണ് ഗൈസ്. ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അപ്പം ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ സൗണ്ടിങ്ങിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഞാനൊരു കണ്ണാടി വെച്ചിങ്ങനെ ചുമ്മാ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കാര്യത്തിലല്ല, എല്ലാവരും പറയണ കണ്ണാടി വെച്ചാൽ കൊള്ളാം. ഭയങ്കര കാറ്റല്ലേ, പക്ഷെ അപ്പോ എന്ത് പറയാനടേ, ഇവിടെ തണുപ്പുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി നല്ലപോലെ ഇരിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാലറിയാം, ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. ചൈന എങ്ങനെയുണ്ടോ കാറ്റ്? നമ്മൾ പറയുന്നതൊന്നും തന്നെ നല്ലതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നമ്മൾ കയറി വന്നു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ആനപ്പടിയും കുതിരപ്പടിയും ഇരിക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ആനപ്പടിയും കുതിരപ്പടിയും. അത് ചൈനയെ ഓണത്തിന് ബാഗിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ഇനിയും എൻ്റെ ബാഗിനകത്ത് കയറാനാണ് നല്ലത്. ഭയങ്കര കാറ്റെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആനപ്പടിയും കുതിരപ്പടിയുടെയും സൈഡിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആനപ്പടിയും കുതിരപ്പടിയും ഇതൊക്കെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പാറാക്കൂട്ടങ്ങളാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാന്ന്. നമ്മൾ താഴെ ആ ഭാഗമാണ് ഏസിപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ വഴി കണ്ടോ, ഈ കാണുന്നത്. അപ്പോൾ അവിടെ കൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്, നടന്നു വന്നത്. അപ്പോൾ ചൈന ആനപ്പടിയും കുതിരപ്പടിയും എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാറ, അപ്പോൾ ഇതിനെയാണ് ആനപ്പടിയും കുതിരപ്പടിയും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ
എന്തിനാണ് ഈ ഒരു പാറേനെ ആനപ്പടിയും കുതിരപ്പടിയും പറയുന്നത് എന്നുള്ള കാരണം വരെ നമ്മൾ പറയാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇത് ആനപ്പടി, കറക്റ്റ് പറഞ്ഞോളൂ, ആനപ്പടിയും കുതിരപ്പടിയും അങ്ങനെയാണ് ഈ രണ്ട് പാറകളെ പറയുന്നത്. അപ്പം ഈ പാറകളുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അതായത് പണ്ട് ഈ ഒരു ഏതോ ഒരു പാറയിൽ ആനേനെയും കെട്ടിയിട്ട് അതുപോലെ ഇതിൽ ഏതോ ഒരു പാറയിൽ കുതിരേനെയും കെട്ടിയിട്ട് അപ്പം അതിനുശേഷം ഈ പാറകൾ അറിയപ്പെടുന്നത് ആനപ്പടിയും കുതിരപ്പടിയും എന്നാണ്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഈ പൂർവികരായിട്ടുള്ള ആൾക്കാർ നമ്മളെടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഈ ആനപ്പടിയുടെയും കുതിരപ്പടിയുടെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ആനപ്പടിയും കുതിരപ്പടിയും എന്ന ഈ പാറേനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ആൻസറാണ് ഇതാ കാണുന്ന രണ്ട് പാറകൾ. അപ്പോൾ അതിൽ ഒന്നിൽ ആനേനെയും ഒന്നിൽ കുതിരേനെയും ഇങ്ങനെ കെട്ടിയിട്ടു. അങ്ങനെയാണ് ഇതിന് ആനപ്പടിയും കുതിരപ്പടിയും എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള കുറച്ച് ആൾക്കാർ, അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെ എനിക്കും പറയാനറിയുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ആനപ്പടിയും കുതിരപ്പടിയും കഴിഞ്ഞ് ചൈന ഇവിടെ വരണുണ്ട്. അപ്പോൾ അതാ അങ്ങോട്ടൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ വരും കേട്ടോ. നമ്മളെ വീടൊക്കെ ആ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ ഇതാ ഇവിടെ ഒരു പാറയുണ്ട്. അപ്പം നമ്മൾ ഉപ്പാങ്കുറ്റിയിലോട്ട് എത്തിയില്ല. നമ്മൾ പറഞ്ഞ ആനപ്പടിയും കുതിരപ്പടിയും ആ സ്ഥലം കഴിഞ്ഞു. ആനപ്പടിയും കുതിരപ്പടിയും കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പിലൊരു പാറക്കൂട്ടമുണ്ട്. പിന്നെ ഇപ്പം ഈ കാണുന്ന ഒരു പുൽമേടാണ്, തേരിയാണ്. നാച്ചിയാർമോട്ട എന്ന് പറയുന്നത്, നാച്ചിയാർമോട്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടുത്തെ കാറ്റ് എന്തായിരിക്കും, ഇവിടുത്തെ കാലാവസ്ഥ എന്താണ്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ തന്നെ. അപ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞാനിനി തേരി കയറണം. ഇനിയിപ്പോൾ ഇതാ മുമ്പിൽ വലിയൊരു കയറ്റമാണ് കേട്ടോ. അവിടെയാണ് അഗസ്ത്യമല ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല പുൽമേടാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പച്ചപ്പൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് വരുമ്പോൾ പച്ചപ്പ് കാണത്തില്ല. പിന്നെ ഈ കാണുന്ന പുൽക്കൂട്ടങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളൂ. ഇവിടെ നല്ല കാലാവസ്ഥയിൽ നീ ഇവിടെ വന്നിട്ടുണ്ടോ? പൊളിയാണ് ഗൈസ്. ഇവിടെ ഇതാ ഒരു ഉരുളക്കിഴങ്ങ് കിടക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ ക്യാൻറ്റീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുവഴിയാണ് ലോഡിങ് നടന്നു കൊണ്ടുപോകുന്നത്. അപ്പം കൊണ്ടുപോയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ ചാക്കിൽ നിന്ന് എങ്ങനെയോ ഊരി താഴെ പോയ ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇതാണ്ട് ചൈനയിൽ നീ വെച്ചോ, പോക്കറ്റിലിട്ട് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഉപ്പാങ്കുറ്റിയുടെ താഴെ, ഉപ്പാങ്കുറ്റി ആ ഭാഗമാണ്, ഉപ്പാങ്കുറ്റിയുടെ താഴെ നമ്മൾ താഴെയല്ല ഇക്കര സൈഡിൽ ഒരു കുന്നിലെത്തിയിട്ടുണ്ട്. അപ്പം നാച്ചിയാർമോട്ട തന്നെയാണിതും. അപ്പം ഉപ്പാങ്കുറ്റിയിലോട്ട് എത്താനും ഇനിയും നല്ല ദൂരമുണ്ട്. നമ്മൾ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് നടന്നാലേ ഇനി ഉപ്പാങ്കുറ്റിയിൽ എത്തത്തുള്ളൂ. അപ്പം നാച്ചിയാർമോട്ട എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 കിലോമീറ്ററോളം വിസ്തൃതി ഉണ്ട് കേട്ടോ നാച്ചിയാർമോട്ടയ്ക്ക്. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കിടക്കുകയാണ് നാച്ചിയാർമോട്ട, ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഈ ടോപ്പ് കയറി മുകളിലെത്തണം. മുകളിലെത്തിയിട്ട് ഇനി ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങറ്റം തണ്ട ആ കണ്ടതാണ് ഏസിപ്പാറ. അപ്പോൾ ഏസിപ്പാറയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കണ്ട ഉപ്പാങ്കുറ്റി ഇതാണ് കേട്ടോ ഉപ്പാങ്കുറ്റി. ഉപ്പാങ്കുറ്റിയുടെ സൈഡ് ഇതിലേ കൂടെ അങ്ങ് താഴോട്ട് ഇറങ്ങി പോകാനൊക്കെ പറ്റും. പിന്നെ കൊക്കയാണ്, ഡേഞ്ചറാണ് ഗൈസ്. ആരും പോകാതെ ഒന്നും ഇരിക്കുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ. പിന്നെ നമ്മൾ കാറ്റായതുകൊണ്ട് നമ്മൾ ഒരുപാട് മുകളിൽ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പൊളി സ്ഥലം ഇതാണ്. മെയിനായിട്ടുള്ള ടോപ്പ് കേട്ടോ. ഇതാണ് നാച്ചിയാർമോട്ടേൻ്റെ മെയിനായിട്ടുള്ളൊരു ടോപ്പ് ഭാഗം ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള ടോപ്പ് എന്ന് പറയുന്നത് അതാണ്ട് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ വ്യൂ ഉണ്ടാക്കി കഴിച്ചത് നാച്ചിയാർമോട്ട. അപ്പം നമ്മളങ്ങനെ നാച്ചിയാർമോട്ടയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലോട്ട് എത്തിയിരിക്കുകയാണ് കഴിച്ചത്. എങ്ങോട്ട് നോക്കിയാലും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇത് നാച്ചിയാർമോട്ട. അടിപൊളി. അങ്ങനെ ചൈന ഇഷ്ടപ്പെട്ടാ നമുക്ക് അങ്ങ് പോയിട്ട് വരാം. അതല്ലേ മരുതിപ്പറ സൈഡൊക്കെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ തീവ്രമായ കാറ്റ്, കൊടും കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്താ. ഇത് നാച്ചിയാർമോട്ട ഏറ്റവും ടോപ്പ് ഭാഗമാണ് കേട്ടോ, ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത്. ആ ഒരു ഇതാണ് കേട്ടോ, ഈ ഒരു കുന്നാണ് നാച്ചിയാർമോട്ടയുടെ. ഇതാണ് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇതാണ് അതിരുമല ബേസ് ക്യാമ്പിലോട്ടുള്ള യാത്രക്കാരല്ല, അതായത് ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുപോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയാണ്. ഈ ഒരു നടവഴിയിലൂടെയാണ് അതിരുമല ബേസ് ക്യാമ്പിലോട്ട് ആഹാരങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ, അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും കേട്ടോ ഞങ്ങളുടെ വീടൊക്കെ വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് വരും. ഇന്ന് ഭയങ്കര മഞ്ഞായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് അധികം കാണാനൊന്നും പറ്റൂല. അപ്പോൾ അതാ എല്ലാം അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും നാച്ചിയാർമോട്ടയിലെ വ്യൂ എങ്ങനെയാണെന്നും ഇവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ
ഇവിടുത്തെ ആ ഒരു മനോഹാരിത എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുൽമേട് എന്ന് പറയുന്ന നാച്ചിയാർ മോട്ടയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുൽമേട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, അതും വേനൽ സമയത്ത് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മളിതാ നാച്ചിയാർ മോട്ടയുടെ എൻഡിങ് എന്ന് പറയാം ഒരു സ്ഥലം, പുൽമേടും അതുപോലെ പച്ചക്കാടും തീരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം നമുക്കിത് അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ പുല്ലൊക്കെ വെന്ത് പോയി. അപ്പോൾ നമ്മളിതാ പച്ചക്കാട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാച്ചിയാർ മോട്ട നമ്മൾ അതിരിമല എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് അകത്തേക്ക് പോകുന്ന വഴിയാണ് ഈ മുമ്പിൽ കാണുന്നത് കേട്ടോ. അപ്പം അതിരിമല പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഇങ്ങന്ന് വരുമ്പം നാച്ചിയാർ മോട്ടയുടെ തുടക്കം ഇതാണ്. അതുപോലെ അങ്ങന്ന് വരുമ്പം ആ ഭാഗത്തു നിന്ന് നമ്മൾ വരുവാണെങ്കിൽ നാച്ചിയാർ മോട്ട തീരുന്നത് ഈ ഭാഗമാണ്. ഇത്രയേ ഉള്ളൂ പുൽമേട്. അപ്പോൾ ഇത്രയും ഭാഗമുണ്ട്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം സമയം നമ്മൾ നാച്ചിയാർ മോട്ടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ പച്ചക്കാട്ടിൽ നമുക്കൊന്ന് പോയി ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മൾ കുന്നത്തേരി എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് വഴി നമ്മൾ നാച്ചിയാർ മോട്ട ഹിൽ ടോപ്പിലോട്ടുള്ള യാത്ര എത്രത്തോളം കഠിനമാണെന്നും, അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്നും. ഭയങ്കര കാറ്റാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ നാച്ചിയാർ മോട്ടയിലെ കാറ്റ്, അത് ഒരു രക്ഷയില്ല. അപ്പം കാറ്റിനെയൊക്കെ തരണം ചെയ്ത് വരാൻ പറ്റുന്നത്. അതുപോലെ ഭയങ്കര ചൂടായിരിക്കും നാച്ചിയാർ മോട്ട. പിന്നെ ഏസിപ്പാറയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നാച്ചിയാർ മോട്ട ട്രക്കിങ്ങിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അധികം റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാച്ചിയാർ മോട്ട ട്രക്കിങ്ങിലേക്ക് വരിക. ഇവിടുത്തെ യാത്രകൾ നിങ്ങൾ അനുഭവിക്കുക ഗൈസ്. അതുപോലെ ഇവിടുത്തെ യാത്രയുടെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം കിട്ടും. കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയൊരു ഹിൽ ടോപ്പ് എന്ന് പറയുന്നത് നാച്ചിയാർ മോട്ടയാണ്. അപ്പം നാച്ചിയാർ മോട്ട ഹിൽ ടോപ്പിലോട്ടുള്ള യാത്രയുടെ വീഡിയോ ഞാനും ചൈനയും കൂടെയാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ മൊണ്ണേനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മൊണ്ണേനെ കണ്ടില്ല. പിന്നെ ചൈനേനെ വിളിച്ച്, ചൈന എൻ്റെ കൂടെ വന്ന്, പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്ന് വീഡിയോ എടുക്കുക അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചൈനേനെ വിളിച്ചിട്ട് നമ്മുടെ നാച്ചിയാർ മോട്ട ട്രക്കിങ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഏകദേശം 3:15 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, വ്ലാവിളയിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പം ഏകദേശം 3:15. അപ്പോൾ നമ്മളെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് തീരുകയാണ്. നമ്മളങ്ങനെ പറഞ്ഞ പച്ചക്കാട്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിരിമല ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ, അതിരിമല അതുപോലെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിനകത്ത് വരും. അപ്പോൾ എന്തായാലും ഇപ്പം നാച്ചിയാർ മോട്ട ട്രക്കിങ് നമ്മളങ്ങനെ ചെയ്തു. ഒരുപാട് സന്തോഷം. അതായത് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതും എന്തായാലും സാധ്യമായി ഗൈസ്. ചൈനേ, നമ്മുടെ നാച്ചിയാർ മോട്ട വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? നാച്ചിയാർ മോട്ടയിലെ കാറ്റും എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് പറ, എങ്ങനെയുണ്ടായിരുന്നു കാറ്റൊക്കെ? കാറ്റ് വലിയ കാറ്റ് പിന്നല്ല, കാറ്റൊക്കെ വലിയ കാറ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും ചൈനയും കൂടെ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ഞാൻ സജിത് കോട്ടൂർ സൈനിങ് ഔട്ട്. ബൈ ബൈ.